ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി സംഘടിപ്പിക്കുന്ന മഹാറാലിക്ക് അല്പസമയത്തിനകം രാംലീല മൈതാനത്ത് തുടക്കമാകും. കെജ്രിവാളിന്റെ ഭാര്യ സുനിത പ്രതിഷേധത്തിൽ പങ്കെടുക്കും. റാലിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഡൽഹി. നിതിൻ അംബുജൻ രാംലീല മൈതാനത്ത് നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എപ്പോഴാണ് ഈ പ്രതിഷേധ റാലി നടക്കുക? ഒപ്പം തന്നെ ആരൊക്കെയാണ് നിലവിൽ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? വീണ, അല്പസമയത്തിന് തന്നെ റാലി ആരംഭിക്കും. നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ്, കൂടാതെ ശരത് പവാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയത്തിന് എത്തും. എന്തായാലും വേദിയിൽ ഇപ്പോൾ CPM-നെ പ്രതികരിച്ച് സീതാറാം യെച്ചൂരിയും അതോടൊപ്പം തന്നെ ബൃന്ദ കാരാട്ടും എത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് മുതിർന്ന നേതാക്കൾ ഒമർ അബ്ദുള്ള, അതോടൊപ്പം മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കൾ, D രാജ, അത്തരത്തിൽ നിരവധി നേതാക്കൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്ത് തന്നെ റാലി ഇപ്പോൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ ഒരു സാന്നിധ്യം ഈ ഒരു ഡൽഹിയിലെ രാംലീല മൈതാനത്തെ റാലിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 28 പാർട്ടികളുടെ പ്രതിനിധികളെ ഇതിനും തന്നെ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിയിലും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലും ശക്തമായ സന്ദേശമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതുവഴി നൽകുകയെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്ത് തന്നെ ആരംഭിച്ചു. പിന്നീട് 2 മണിയോടുകൂടി തന്നെ ഈ റാലി അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം. 1 ലക്ഷത്തോളം പേർ ഇവിടെ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. കശ്മീർ മുതൽ അങ്ങനെ പല സംസ്ഥാനങ്ങളിലുമായി നിരവധി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മഞ്ഞ ടീഷർട്ട് ധരിച്ചാണ് ആം ആദ്മി പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഈ മഹാറാലി ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഒരു വേദിയിൽ എത്തിച്ചുകൊണ്ട് ശക്തമായ സന്ദേശം കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയും നൽകാൻ കഴിയുന്നു എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഈ വേദിയിൽ സുനിത കെജ്രിവാൾ, അതോടൊപ്പം തന്നെ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ, കൂടാതെ സഞ്ജയ് സിംഗിന്റെ ഭാര്യ സത്യേന്ദർ ജെയിന്റെ ഭാര്യ, അങ്ങനെ ഇത്തരം ആളുകളെയും ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചുകൊണ്ട് ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് കഴിഞ്ഞ ഏതാനും നാളുകളെ ആം ആദ്മി പാർട്ടി എന്തായാലും സ്വീകരിച്ചത്. അല്പസമയത്തിന് രാഹുൽ ഗാന്ധി എത്തും. ഈ നേതാക്കളെല്ലാം തന്നെ ഏത് തരത്തിലാകും ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിയിലെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാകും. ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇതൊരു കൊള്ളക്കാരുടെ പാർട്ടിയും അഴിമതി തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള നീക്കം നരേന്ദ്രമോദി നടത്തുമ്പോൾ അതിനെതിരെയുള്ള ഒരു കുടുംബത്തിന്റെ പരിപാടിയായി തന്നെയാണ് ഇപ്പോൾ ഇതിനെ BJP പരിഹസിക്കുന്നത്. പക്ഷേ ശക്തമായ ഭാഷയിൽ തന്നെ ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിന് മറുപടിയുമായി രംഗത്തുണ്ട്. ഈ അഴിമതിക്കാരുടെ പാർട്ടിയെ BJP ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാധിപത്യ നടപടിയെ അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണതയെ അത് ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയുടെ തുടക്കമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നതെന്നൊരു പ്രഖ്യാപനമാണ് ഇന്ത്യ സഖ്യം ഇതുവഴി നൽകുക. അത്തരത്തിൽ 28 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. അല്പസമയത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഡൽഹി രാംലീല മൈതാനത്തും ആരംഭിക്കും. വീണ, ഈ മഹാറാലിയിൽ നിതിൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളുണ്ട് എന്ന് പറയുന്നു. അപ്പം ഈ റാലിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതും. ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിൽ ഡൽഹിയിലുള്ളത് നിതിൻ? വീണ, ഡൽഹി നഗരം രാവിലെ മുതൽ തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ്. BJP ആം ആദ്മി പാർട്ടി ആസ്ഥാനം നിലനിൽക്കുന്ന DDU-മാർക്ക് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതാണ്ട് 12 കമ്പനി കേന്ദ്രസേന ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നതനുസരിച്ച് അതിനൊത്ത ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ട്രാക്ടറുകൾ എത്തിക്കാനോ അല്ലെങ്കിൽ മറ്റ് റാലികൾക്കോ അനുമതിയില്ല. കേവലം ഈ ഒരു മൈതാനത്ത് വന്ന് സംഘടിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള അനുമതി മാത്രമേ നേതാക്കൾക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ളൂ. എന്തായാലും പോലീസ് കണക്കാക്കുന്ന ഏതാണ്ട് ഒരു 30,000-ഓളം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന രാംലീല മൈതാനത്തിന് പുറത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ രാവിലെ മുതൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് ഈ രാംലീല മൈതാന പരിസരത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. അത്തരത്തിൽ ശക്തമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ കടന്നു പോവുകയാണ്. ഡൽഹിയിലെ മറ്റിടങ്ങൾ, ബാരക്കമ്പി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ DDU-മാർക്ക് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസും അതോടൊപ്പം CPM-ന്റെ ഓഫീസും
കൂടാതെ BJP ഓഫീസ് നിലനിൽക്കുന്ന മേഖലയിൽ ഇപ്പോൾ 144 കഴിഞ്ഞ ദിവസങ്ങളടക്കം പ്രഖ്യാപിച്ചിരുന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് വരെ കനത്ത സുരക്ഷാ ക്രമീകരണവും അതോടൊപ്പം ഗതാഗത നിയന്ത്രണവും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ, ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലൊരു മഹാറാലിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് പുറമെ ഏതൊക്കെ നേതാക്കളാണ് ഈ ഒരു മഹാറാലിയിൽ ഇനി പങ്കെടുക്കാനുള്ളത്? നിതിൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി സംഘടിപ്പിക്കുന്ന മഹാറാലിക്ക് അല്പസമയത്തിനകം രാംലീല മൈതാനത്ത് തുടക്കമാവുകയാണ്. കെജ്രിവാളിന്റെ ഭാര്യ സുനിത ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. റാലിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഡൽഹി ഇപ്പോഴുള്ളത്. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളാണ് നിലവിൽ ഈ രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ഉൾപ്പെടെ പ്രശ്നത്തിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രാംലീല മൈതാനിയിൽ ഒരു മഹാറാലിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. നിതിൻ അംബുജനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.